ജെറമിയ അധ്യായം 38. മത്താൻ്റെ പുത്രൻ ഷഫാത്തിയ, പാഷൂറിൻ്റെ പുത്രൻ ഗദാലിയ, ശലമിയായുടെ പുത്രൻ യൂക്കാൽ, മൽക്കിയായുടെ പുത്രൻ പാഷൂർ എന്നിവർ ജെറമിയ ജനത്തോട് ഇപ്രകാരം പറയുന്നത് കേട്ടു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും. എന്നാൽ കൽദായരുടെ അടുക്കിലേക്ക് പോകുന്നവർ ജീവിക്കും. കൊള്ള മുതലായിത്തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല. ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അത് കീഴടക്കുകയും ചെയ്യും. കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു, ഇവനെ വധിക്കണം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യരാക്കുന്നു. ജനത്തിന് നന്മയല്ല, നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. സെദക്കിയ രാജാവ് പറഞ്ഞു, ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കില്ലല്ലോ. അവർ ജെറമിയായെ കാവൽപ്പുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളം ഇല്ലായിരുന്നു. ജെറമിയ ചെളിയിൽ താണു. അവർ ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ എബദ് മലേഖ് എന്ന ഷണ്ടൻ കേട്ടു. രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. എബദ് മലേഖ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, യജമാനനായ രാജാവേ, ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു. അവൻ അവിടെ കിടന്ന് വിശന്ന് മരിക്കും. നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു. രാജാവ് എത്യോപ്യക്കാരനായ എബദ് മലേഖിനോട് കൽപ്പിച്ചു, നീ ഇവിടെ നിന്ന് 3 പേരെയും കൂട്ടിക്കൊണ്ട് ജെറമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുൻപ് കിണറ്റിൽ നിന്ന് കയറ്റുക. അതനുസരിച്ച് എബദ് മലേഖ് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികളെടുത്ത് ജെറമിയായ്ക്ക് കിണറ്റിലേക്ക് കയറുവഴി ഇറക്കിക്കൊടുത്തു. ഈ പഴന്തുണികൾ കക്ഷത്തിൽ വെച്ച് അതിന് പുറമെ കയറിടുക എന്ന് അവൻ ജെറമിയായോട് പറഞ്ഞു. ജെറമിയ അങ്ങനെ ചെയ്തു. അവർ ജെറമിയായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി. ജെറമിയ കാവൽപ്പുരത്തളത്തിൽ വാസം തുടർന്നു. സെദക്കിയ രാജാവ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ 3-ാം കവാടത്തിലേക്ക് ജെറമിയ പ്രവാചകനെ ആളയച്ചു വരുത്തി. ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കാം, ഒന്നും മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ജെറമിയ സെദക്കിയായോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ? എൻ്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല. അപ്പോൾ സെദക്കിയ രാജാവ് ജെറമിയായോട് രഹസ്യമായി ശപഥം ചെയ്ത് പറഞ്ഞു, നമുക്ക് ജീവൻ നൽകിയ കർത്താവാണേ, ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. അപ്പോൾ ജെറമിയ സെദക്കിയായോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും. നഗരം അഗ്നിക്കിരയാവുകയില്ല. നീയും നിന്റെ കുടുംബവും ജീവിക്കും. എന്നാൽ നീ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അത് ചുട്ടു ചാമ്പലാക്കും. അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല. സെദക്കിയ രാജാവ് ജെറമിയായോട് പറഞ്ഞു, കൽദായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ജെറമിയ പറഞ്ഞു, നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. നിനക്ക് ശുഭം ഭവിക്കും. നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്.
യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകും. നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു, അവർ നിന്നെ തോൽപ്പിച്ചു, നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്നവർ പറയും. നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽദായരുടെ അടുക്കലേക്ക് ആനയിക്കപ്പെടും, നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും, ഈ നഗരം അഗ്നിക്കിരയാവുകയും ചെയ്യും. സെദക്കിയ ജെറമ്യായോട് പറഞ്ഞു, ഇക്കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ചു എന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന്, നീ രാജാവിനോട് എന്തു പറഞ്ഞു? രാജാവ് നിന്നോട് എന്തു പറഞ്ഞു? ഒന്നും മറച്ചു വയ്ക്കരുത്, എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനാഥാൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്നവരോട് പറയണം. പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജെറമ്യായെ ചോദ്യം ചെയ്തു. രാജാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ജെറമ്യ അവരോട് പറഞ്ഞു. അവർ അവനെ വിട്ടുപോയി. എന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല. ജെറുസലം പിടിച്ചടക്കപ്പെട്ട നാൾ വരെ ജെറമ്യ കാവൽപ്പുരത്തളത്തിൽ വസിച്ചു. Chapter 38. Shephatiah son of Mattan, Gedaliah son of Pashur, Jukal son of Shelemiah, and Pashur son of Malchiah heard Jeremiah speaking these words to all the people. Thus says the Lord, He who remains in this city shall die by sword or famine or pestilence. But he who goes out to the Chaldeans shall live. His life shall be spared him as booty, and he shall live. Thus says the Lord, This city shall certainly be handed over to the army of the king of Babylon. He shall capture it. This man ought to be put to death, the princes said to the king. He demoralizes the soldiers who are left in this city and all the people by speaking such things to them. He is not interested in the welfare of our people, but in their ruin. King Zedekiah answered, He is in your power, for the king could do nothing with them. And so they took Jeremiah and threw him into the cistern of Prince Malchiah, which was in the quarters of the guard, letting him down with ropes. There was no water in the cistern, only mud, and Jeremiah sank into the mud. Now Ebed-melech, a Cushite, a courtier in the king's palace, heard that they had put Jeremiah into the cistern. The king happened just then to be at the gate of Benjamin, and Ebed-melech went there from the palace and said to him, My lord king, these men have been at fault in all they have done to the prophet Jeremiah, casting him into the cistern. He will die of famine on the spot, for there is no more food in the city. Then the king ordered Ebed-melech the Cushite to take 3 men along with him, and draw the prophet Jeremiah out of the cistern before he should die. Ebed-melech took the men along with him, and went first to the linen closet in the palace, from which he took some old tattered rags. These he sent down to Jeremiah in the cistern with ropes. Then he said to Jeremiah, Put the old tattered rags between your armpits and the ropes. Jeremiah did so, and they drew him up with the ropes out of the cistern. But Jeremiah remained in the quarters of the guard. Once King Zedekiah summoned the prophet Jeremiah to come to him at the 3rd entrance to the house of the Lord. I have a question to ask you, the king said to Jeremiah. Hide nothing from me. Jeremiah answered Zedekiah, If I tell you anything, you will have me killed, will you not? If I counsel you, you will not listen to me. But King Zedekiah swore to Jeremiah secretly, As the Lord lives, who gave us the breath of life, I will not kill you, nor will I hand you over to these men who seek your life. Thereupon Jeremiah said to Zedekiah, Thus says the Lord God of hosts, the God of Israel, If you surrender to the princes of Babylon's king, you shall save your life. This city shall not be destroyed with fire, and you and your family shall live. But if you do not surrender to the princes of Babylon's king, this city shall fall into the hands of the Chaldeans, who shall destroy it with fire, and you shall not escape their hands. King Zedekiah, however, said to Jeremiah,
I am afraid of the men of Judah who have deserted to the Chaldeans. I may be handed over to them, and they will mistreat me." "You will not be handed over," Jeremiah answered. "Please obey the voice of the Lord, and do as I tell you. Then it shall go well with you, and your life will be spared. But if you refuse to surrender, this is what the Lord shows me. All the women left in the house of Judah's king shall be brought out to the princes of Babylon's king, and they shall taunt you thus: 'They betrayed you, outdid you, your good friends. Now that your feet are stuck in the mud, they slink away. All your wives and sons shall be led forth to the Chaldeans, and you shall not escape their hands. You shall be handed over to the king of Babylon, and this city shall be destroyed with fire.'" Then Zedekiah said to Jeremiah, "Let no one know about this conversation, or you shall die. If the princes hear I spoke to you, if they come and ask you, 'Tell us what you said to the king,' do not hide it from us, or we will kill you. Or, 'What did the king say to you?' Give them this answer: 'I petitioned the king not to send me back to Jonathan's house to die there.'" When all the princes came to Jeremiah, they questioned him, and he answered them in the very words the king had commanded. They said no more to him, for nothing had been heard of the earlier conversation. Thus Jeremiah stayed in the quarters of the guard till the day Jerusalem was taken.